ഇന്നലകളിൽ ഈ മലയാളക്കര ഒരുപാട് വട്ടം കേട്ടിരിക്കുന്നു ഈ സ്വരം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് വേദികളിൽ പാട്ടുപാടിയും കഥ പറഞ്ഞും ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു കലാകാരിയാണിത്. സംഗീത ലോകത്തും കഥാപ്രസംഗ രംഗത്തും വേറിട്ട ശബ്ദം കേൾപ്പിച്ച് വിസ്മയങ്ങൾ എഴുതിയ ഒരു വനിത. ഇന്നത്തെ കാലത്തിന് ഈ മുഖം അത്ര പരിചയമുണ്ടാവില്ല. പക്ഷേ പോയ തലമുറയിൽ ഇവരെ അറിയാത്തവരും കേൾക്കാത്തവരുമായി അധികം ആളുകൾ ഉണ്ടാവില്ല. ഇത് പട്ടം സരസ്വതി. പാട്ടും ഹരികഥയും കഥാപ്രസംഗവും ഒക്കെയായി കൈവച്ച മേഖലകളിലെല്ലാം വിജയങ്ങളുടെ കഥ പാടിയ കലാകാരി, ഇന്നലകളുടെ താരമായിരുന്ന ഒരാൾ. ഞാൻ അടൂരിനടുത്ത് കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അച്ഛനും അമ്മയ്ക്കും ഒരു മോള. വളരെ കുഞ്ഞിലേ മുതലേ സംഗീതത്തിനോട് വളരെ ആവേശമായിരുന്നു, പാട്ട് കേൾക്കുമ്പോഴും ഒക്കെ. അങ്ങനെ സ്കൂളുകളിൽ കലോത്സവങ്ങൾക്ക് പോവുക, മത്സരങ്ങൾക്ക് പങ്കെടുക്കുക, ഫസ്റ്റ് പ്രൈസ് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരും. ഞാൻ പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ പിള്ളേരാരും പിന്നെ ഒന്നിനും ചേരത്തില്ല, കാരണം അവർക്ക് ഫസ്റ്റ് കിട്ടത്തില്ല എന്നുള്ള ഒരിത്. അങ്ങനെ വന്ന് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കൈപ്പട്ടൂർ കുട്ടിക്കുന്നൽ സ്കൂളെന്ന് പറയും. അപ്പോൾ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു, ഇവള് പഠിത്തത്തിന് വളരെ മോശമാണ്, കണക്കിനൊന്നും ഒരു സീറോയാണ് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, സരസ്വതിയുടെ അച്ഛനെ വരാൻ പറ, സംഗീതം പഠിപ്പിക്കാൻ നമുക്ക് പറയാമെന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് തന്നെ സംഗീതം പഠിപ്പിക്കാനായിട്ട് അവരാണ് മുൻകൈ എടുക്കുന്നത്. ശരി, എൻ്റെ അച്ഛനും സമ്മതിച്ചു സംഗീതം. അപ്പോൾ അച്ഛനൊരു കലാകാരനാണ്, നാടകക്കാരനും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മാവൻ, എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്, കരുണ നാടകത്തിലെ വാസവദത്ത ഓച്ചിറ ശിവപ്രസാദ് വേലുക്കുട്ടി എന്ന് പറയും, അതെൻ്റെ അമ്മാവനാണ്. അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ വന്നപ്പം പറഞ്ഞു, ഇവൾക്ക് സംഗീതത്തിനോടൊക്കെ വളരെ താല്പര്യമുണ്ട്, പഠിപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട്, അതിന് നല്ലൊരു ഭാഗവതരെ കിട്ടാനില്ല ആ കാലത്തൊന്നും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് ഞാൻ തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞ് ആദ്യ സപ്തസ്വരം പറഞ്ഞു തരുന്നതും പാടിപ്പിക്കുന്നതും എൻ്റെ അമ്മാവനാണ്. അമ്മാവൻ ഓച്ചിറ വേലുക്കുട്ടി ചൊല്ലിക്കൊടുത്ത സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങളെ ജീവിതത്തിന്റെ മന്ത്രാക്ഷരങ്ങളായി ഹൃദയത്തിലേറ്റുകയാണ് സരസ്വതി ചെയ്തത്. അരക്ഷിതമായിരുന്നു ജീവിത ചുറ്റുപാട്. ബാല്യകൗമാരങ്ങൾ പട്ടിണിയിലും പരിവട്ടത്തിലും നടന്നു തളർന്ന പെൺകുട്ടി സംഗീതം കൊണ്ട് ഒരു നല്ല ജീവിതം നെയ്തെടുക്കാനാണ് ശ്രമിച്ചത്. പ്രതിസന്ധികളിൽ തളരാതെ, ശ്രുതി മുറിയാതെ പാടിപ്പാടി തന്നെ സരസ്വതി വളർന്നു. പട്ടിണി കിടന്നാണ് ഞാൻ സംഗീത അക്കാദമിയിൽ പോയി പഠിച്ചതെന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടി, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, അതായത് ഒരു ബ്ലൗസ് വിട്ടുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട് അക്കാദമിയിൽ പഠിക്കാൻ. അതുപോലെ ഭയങ്കര കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മേട്ടുക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. നാട്ടിലുള്ള സ്ഥലമൊക്കെ വിറ്റാണ് എൻ്റെ അച്ഛനും അമ്മയും ഞാനും കൂടെ പോയത്. അപ്പോൾ ഒരു ലോഡ്ജ് തുടങ്ങി, കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ഉപജീവന മാർഗ്ഗമാകുമല്ലോ, എൻ്റെ പഠിത്തവും നടക്കുമല്ലോ എന്ന് പറഞ്ഞ് ആഹാരം കഴിച്ച് വെച്ച് പോകുക എന്നല്ലാതെ ആ പിള്ളേരാ, അവർ കിട്ടുന്ന പൈസ പോലും നമുക്ക് തരാതായി. അങ്ങനെ അങ്ങ് വളരെ കഷ്ടപ്പെട്ട്, എന്നാലും ഒരൊറ്റ ദിവസം പോലും ഞാൻ പഠിക്കാൻ പോകാതിരിക്കത്തില്ല. അതുമല്ല, ഈ പട്ടിണി അങ്ങോട്ട് കിടന്നിട്ട് ശരീരത്തിൽ രക്തം അങ്ങോട്ടങ്ങ് ചൂടായിട്ട് എൻ്റെ ശരീരം മുഴുക്കെ ഭയങ്കര പരുക്കൾ വന്നിട്ട് ഇരിക്കാൻ പോലും വയ്യാത്ത വിധമാണ് അക്കാദമിയിൽ പോയി ഇരിക്കുന്നത്. ഇരുന്നിരുന്നാലോ വലിയ ഈ ഷീറ്റ് പോലുള്ള സാധനങ്ങളാണ്, അതേലായിരുന്നു പാടേണ്ടത്. എഴുന്നേൽക്കുമ്പോൾ ഞാനും അതും കൂടെ അമ്മയെപ്പോട്ട് പോകും എഴുന്നേൽക്കുന്നത്. കാരണം ഇതങ്ങോട്ട് പൊട്ടിയിട്ട് ആ പഴുപ്പിൻ്റെ രക്തവും കൂടെ ഞാൻ ഇട്ടേക്കുന്നതാണെങ്കിലോ ഒരൊറ്റ സാരി, ഒരു പാവാട, ഒരു ബ്ലൗസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തുള്ള ടാഫറ്റ സിൽക്കിൻ്റെയാണ് ബ്ലൗസ്. അതിൻ്റെ കക്ഷം മുഴുക്ക കീറിയിട്ട് ഞാൻ പുതച്ചുകൊണ്ടാണ് പോകുന്നത് അക്കാദമിയിൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ ചോദിക്കും, നീ എന്താ ഒരിക്കലും നിൻ്റെ ഈ പുതയെടുക്കത്തില്ലയോ എന്ന്. കാരണം പുതയെടുക്കാൻ പറ്റത്തില്ല, അതുപോലെയാണ്. ഞാൻ പട്ടിണി കിടന്നിരുന്നാലും ശരി, ആരോടെയും ചോദിക്കത്തില്ല ആഹാരമൊന്നും. ആരും കാണാതെ ഈ പൈപ്പിൻ്റെ അവിടെ പോയി വെള്ളവും കുടിച്ചേച്ച് ചെന്നവിടെ ഇരിക്കും. കലാരംഗത്ത് സംഗീത കച്ചേരികളുമായി രംഗപ്രവേശം ചെയ്ത സരസ്വതി കഥാപ്രസംഗ രംഗത്ത് ശ്രദ്ധ തിരിച്ചു. പിന്നീട് ഒരു കുടുംബത്തിന്റെ ആകെ വിശപ്പകറ്റാൻ വേണ്ടി തൊണ്ടപൊട്ടി പാടിയും കഥ പറഞ്ഞും കലാകാരിയുടെ യാത്രകൾ വേദികളിൽ നിന്ന് വേദികളിലേക്ക് നീണ്ടു. സാമ്പത്തിക ബാധ്യതകൾ വന്നു. അങ്ങനെയാണ് കഥാപ്രസംഗത്തിന് പോയിരുന്നാൽ കുറേ നേട്ടം കിട്ടുമല്ലോ എന്നുള്ള ഇതിലാണ്. ഞങ്ങൾ വാടകയ്ക്ക് അന്ന് മേട്ടുക്കടയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ കഥാപ്രസംഗം എടുത്തിരുന്ന അന്ന് തന്നെ ഒരു കഥാപ്രസംഗത്തിന് കിട്ടുന്ന സാമ്പത്തികം എന്ന് പറഞ്ഞാൽ 125 രൂപ 100 രൂപയൊക്കെയാണ്. ഇന്നത്തെ പോലെ അല്ലല്ലോ.
അന്ന് 100 രൂപ വേണ്ട ജീവിക്കാൻ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കഥയെടുക്കുന്നത് രാസക്രീഡ, ഹരികഥയാണ്. തിരുവമ്പണ്ടൂർ നീലകണ്ഠൻകുട്ടി എന്ന് പറയും, പുള്ളിയാണ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ കഥാപ്രസംഗമായി. കഥാപ്രസംഗം എൻ്റെ അമ്മാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ കരുണ കഥാപ്രസംഗമാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പറയുന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾ കഥാപ്രസംഗവും സംഗീത കച്ചേരിയും ആയിട്ടിങ്ങനെ ജീവിതം നയിച്ചു. അങ്ങനെ എൻ്റെ കഥാപ്രസംഗം എന്ന് പറഞ്ഞിരുന്നാൽ കേൾക്കാൻ ആളിഷ്ടം പോലെ കൂടുമെന്നുള്ളതാണ്. കാരണം ഒരു കച്ചേരി, ഞാൻ ഈ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചതുകൊണ്ട് കച്ചേരിയും കൂടാണ്. ആദ്യം കീർത്തനമാണ് തുടങ്ങുന്നത്. കീർത്തനം വാതാപി അല്ലെങ്കിൽ ഗണപതിയെ കൊണ്ട് വേറെ ഏതെങ്കിലും കീർത്തനം പാടിയിട്ടാണ് കഥാപ്രസംഗം തുടങ്ങുന്നത് തന്നെ. അപ്പം ആ വാതാപി തന്നെയും ഏതാണ്ട് ഒരു അരമണിക്കൂർ കാണും നിരവൽ സ്വരം ഇത് പാടിയാണ് കഥാപ്രസംഗം പറയുന്നത്. ഇടവേള സമയത്താണെങ്കിൽ ഒന്ന് ഈ കെ പി സുന്ദരാമാളിൻ്റെ ജ്ഞാനപ്പഴം ഇതൊക്കെ പാടണമെന്നും പറഞ്ഞ് ഓരോരുത്തർ ലിസ്റ്റുകൾ കൊണ്ട് തരിക. പിന്നെ പക്കാല പാടും. അപ്പോൾ ഈ കാണികൾക്ക് അതൊരിമ്പം. കഥാപ്രസംഗം ബുക്ക് ചെയ്യാൻ വരുന്ന ആളുകൾ വിചാരിക്കുന്നത് എന്താ, ഒരു കച്ചേരി ഒരു കഥയും കൂടെ നടക്കുമല്ലോ, അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കും, വെറും തുച്ഛമായ തുക കൊടുത്താൽ മതിയല്ലോ, മറ്റേ കച്ചേരിക്ക് പ്രത്യേകം കൊടുക്കണ്ടേ. അങ്ങനായിരുന്നു. എങ്കിലും നല്ല അഭിപ്രായമാണ്. എൻ്റെ കഥാപ്രസംഗം ദൂരെ നിന്ന് കേട്ടിരുന്നാൽ തന്നെയും ഞാനൊരു സ്ത്രീയാണ് പറയുന്നതെന്ന് തോന്നത്തില്ല, പുരുഷ ശബ്ദമാണ്. പണ്ട് കുഞ്ഞുനാളെ 6 ഘട്ട ശ്രുതിക്ക് പാടിയ ഞാൻ അവസാനമായപ്പോൾ 2 ഘട്ട ശ്രുതിക്കായി കഥാപ്രസംഗം പറയുന്നത്, പുരുഷ ശബ്ദം അങ്ങനെ വന്നു. അങ്ങനെ ഈ കഥാപ്രസംഗം ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പട്ടം സരസ്വതിയുടെ കഥാപ്രസംഗമാണെന്ന് ഇങ്ങനെ നോട്ടീസിലും ഒക്കെ വരും. എന്നെ സ്റ്റേജിൻ്റെ വാതുക്കെ വന്ന് കണ്ടേച്ച് പോകുന്നവരുണ്ട്, കഥാപ്രസംഗം ദൂരെ നിന്ന് കേൾക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചിലരെൻ്റെ ശബ്ദം ദൂരെ നിന്ന് കേട്ടേച്ച് പറയും, അയ്യോടാ പട്ടം സരസ്വതിയുടെ കഥാപ്രസംഗമാണെന്ന് പറഞ്ഞിട്ട് വേണ്ടൊരു പുരുഷൻ നിന്ന് കഥ പറയുന്നു എന്നീ ശബ്ദം കേട്ടിട്ട് പറയും. അപ്പോൾ എന്നെ കണ്ടിട്ട് പോയവർ പറയും, അത് പുരുഷനല്ല, അത് പട്ടം സരസ്വതി തന്നെ എന്ന് പറയും. അല്ല, നമുക്ക് പന്തയം വെക്കാം എന്ന് പറഞ്ഞ് പന്തയം വെച്ച് പൈസ വാങ്ങിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു അക്കാലത്ത്.